എത്ര പേര് ഈ ഒരു പെർട്ടിക്കുലർ ന്യൂസ് ശ്രദ്ധിച്ചു എന്ന് എനിക്ക് അറിയില്ല. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു റീല് കണ്ട സമയത്ത് അതിൽ ഒരാൾ മരിച്ച കാര്യമൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഒരു റേഞ്ച് റോവർ പോസ്റ്റിലിടിച്ച് കിടക്കുന്നു, അത് ഇന്ന സ്ഥലത്താണ്, ഇത്രമാത്രമേ ഡീറ്റെയിലിംഗ് ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ന്യൂസൊക്കെ പോയി നോക്കിയപ്പോൾ ന്യൂസിലൊന്നും ഇല്ല. 4-4.5 കോടിയുടെ വണ്ടിയാണ് റേഞ്ച് റോവർ ഓട്ടോബയോഗ്രഫി. മറുനാടൻ എക്സ്ക്ലൂസീവായിട്ട് ഈ വണ്ടി ഇടിച്ച സ്ഥലത്ത് ചെന്നിട്ട് ഈ കാര്യം കവർ ചെയ്ത സമയത്താണ് എനിക്കിതിൻ്റെ ബാക്കിൽ എന്താ സംഭവിച്ചതെന്നുള്ളത് ക്ലിയറായിട്ട് മനസ്സിലായത്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് സൊസൈറ്റിയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണ്. നമ്മളിൽ പലരും അനുഭവിച്ചിട്ടുള്ളൊരു വിഷയമായിരിക്കും ഈ CIT. ഓക്കെ, ഇവിടെ ഏത് സാധനം കയറ്റാനും ഇറക്കാനും ഇവരുടെ പെർമിഷൻ വേണം. അതാണ് അവസ്ഥ. CITക്കാരെ കൊണ്ടുണ്ടാകുന്ന നല്ല വശങ്ങളൊരു സൈഡിലിരിക്കട്ടെ, പക്ഷേ ഉപദ്രവം നോക്കുകൂലിയാണ് അധിക മനുഷ്യന്മാർക്കും പറയാണ്ടാവുക. ചില നല്ല മനുഷ്യന്മാരുണ്ട്, പക്ഷെ ചില ആളുകളൊക്കെ ഉണ്ടല്ലോ മഹാഗുണ്ടായിസാണ് കാണിക്കുക. അപ്പോൾ ഇതെന്താ വിഷയം വെച്ചെങ്കിൽ, മുത്തൂറ്റിൻ്റെ റേഞ്ച് റോവറിൻ്റെ ഒരു ഷോറൂമുണ്ട് കൊച്ചിയിൽ. അവിടെ വണ്ടി വരുമല്ലോ ട്രെയിലറിൽ, രാത്രി ആകുമ്പോഴായിരിക്കും. ഇപ്പോൾ നമ്മുടെ അവിടെയൊക്കെ മാരുതീൻ്റെ അതും ടൊയോട്ടേൻ്റെയും ഹുണ്ടായിൻ്റെ ഒക്കെ ഷോറൂമുകളുണ്ട്. രാത്രി നമ്മൾ നോക്കുമ്പോൾ കാണാം വലിയ വലിയ ട്രെയിലറിൽ വണ്ടി കൊണ്ടുവന്ന് ഇറക്കുന്നുണ്ടാവും, പുതിയ വണ്ടി. അങ്ങനെ റേഞ്ച് റോവറിൻ്റെ യാർഡിലേക്ക് ഓട്ടോബയോഗ്രഫി ആ ഒരു മോഡൽ വണ്ടി കൊണ്ടുവന്ന് ഇറക്കുന്ന ആ ഒരു ടൈമിൽ ഇത് CITU തൊഴിലാളിയാണ് ഈ വണ്ടി എന്ത് ചെയ്യുന്നത്, ബാക്കിലേക്ക് ട്രെയിലറിൽ നിന്ന് ഇറക്കുന്നത്. അപ്പോൾ എനിക്ക് ആദ്യം വന്നൊരു ഡൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വണ്ടി കൊണ്ടുവരുന്ന ട്രെയിലേഴ്സ്, നോർമൽ വണ്ടികൾ കൊണ്ടുവരുന്ന ട്രെയിലേഴ്സിനകത്ത് ഈ പുള്ളിയും സാധനങ്ങളൊന്നും കാണില്ല. ഈ റേഞ്ച് റോവറിൻ്റെ വണ്ടി ഇത്രയും വില കൂടിയ വണ്ടി ആയതുകൊണ്ട് തന്നെ മേ ബി ഹുക്കോ പുള്ളിയോ ഒക്കെ ഉണ്ടാവുമോ. അപ്പോൾ ഇങ്ങനെ അതിനനുസരിച്ച് തന്നെ നൈസായി ചെറുതായിട്ട് റിലീസ് ചെയ്ത് കൊടുക്കുകയല്ലേ, ഇനി ഹുക്ക് പൊട്ടിയത് ഞാൻ അങ്ങനെ വിചാരിച്ചു പോയി. പക്ഷെ ഇതങ്ങനെയൊന്നുമല്ല. സൈഡിൽ ഞാനിതിൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് വെക്കുന്നുണ്ട്. ഇതൊരു CITU തൊഴിലാളി 2 പേരാണ് ഉണ്ടായിരുന്നത്. അതിലൊരാൾ ഈ വണ്ടിക്കകത്ത് കയറിയിരുന്ന് ഈ വണ്ടി താഴത്തേക്ക് ഇറക്കുകയാണ് ട്രെയിലറിൽ. അപ്പോൾ ബാക്കിൽ ഈ സ്റ്റോക്ക് യാർഡിൽ വരുമ്പോൾ അതെടുക്കാനൊരു ആളെന്താണെങ്കിലും കമ്പനി എന്ന് പറഞ്ഞല്ലോ, അങ്ങനെ വന്നൊരു പയ്യൻ്റെ ദേഹത്തേക്ക് പാഞ്ഞ് കയറി, ബാക്ക് അടിച്ച് വന്ന് റിവേഴ്സ് അടിച്ച് വന്ന് പാഞ്ഞ് കയറി. ആ പയ്യൻ മരണപ്പെട്ടു. അവിടെയും നിൽക്കാത്ത വണ്ടി, അവനടിച്ചിട്ട് നിൽക്കാത്ത വണ്ടി ടയലിൽ പോയിട്ട്, ഗ്രാനൈറ്റ് നിങ്ങളറിയാം, ഗ്രാനൈറ്റിൽ ഇടിച്ച വണ്ടി അവിടെ നിന്ന് പിന്നെയും ഫ്രണ്ടിലോട്ട് പോയിട്ട് പോസ്റ്റിൽ ഇടിച്ചു. ഞാൻ ആ മറുനാടൻ്റെ ന്യൂസ് ഞാനിവിടെ പ്ലേ ചെയ്യാം. എൻ്റെ പിന്നിൽ തകർന്നു കിടക്കുന്നത് ഒരു റേഞ്ച് റോവറിൻ്റെ വാഹനമാണ്. പൂനെയിലെ ഫാക്ടറിയിൽ നിന്നും റോഡ് മാർഗം ഇവിടെ എത്തിച്ച വാഹനം അൺലോഡ് ചെയ്യുന്നതിനിടയിലാണ് അപകടമുണ്ടായത്. അങ്ങനെ ഈ വാഹനം പുറകോട്ട് വരുന്നതിനിടയിൽ ഷോറൂമിലെ ഒരു ജീവനക്കാരൻ ഈ വാഹനത്തിനടിയിൽപ്പെട്ട് ദാരുണമായി കൊല്ലപ്പെടുകയും ചെയ്തു. റോഷൻ ആൻ്റണി 36 വയസ്സ്, മട്ടാഞ്ചേരി സ്വദേശിയാണ്. ഇദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ കൂടി കയറിയിറങ്ങി പോവുകയും ചെയ്തു. റേഞ്ച് റോവറിൻ്റെ വാഹനമാണ്, ഓട്ടോബയോഗ്രഫി എന്ന മോഡലാണ്. ഏകദേശം ഓൺ റോഡ് 4,10,00,000 രൂപ വില വരും. ഇത് അപകടത്തിൽപ്പെട്ടത് കഴിഞ്ഞ ദിവസം രാത്രി 11 മണിയോട് കൂടിയിട്ടാണ്. പൂനെയിലെ ഫാക്ടറിയിൽ നിന്നും റോഡ് മാർഗം ഇവിടെ എത്തിച്ച വാഹനം അൺലോഡ് ചെയ്യുന്നതിനിടയിലാണ് അപകടമുണ്ടായത്. അൺലോഡ് ചെയ്തത് CITU തൊഴിലാളികളാണ്. 2 CITU തൊഴിലാളികളാണ്. ഒരാളുടെ പേര് അൻഷാദ് എന്നും മറ്റൊരാൾ അനീഷ് എന്നുമാണ്. ഇവർ രണ്ടുപേരും ഇവിടെ എത്തുന്നു. ഷോറൂമിലെ തൊഴിലാളികളും ഉണ്ടായിരുന്നു, ജീവനക്കാരും ഉണ്ടായിരുന്നു. അവരുടെ സാന്നിധ്യത്തിൽ ആദ്യത്തെ ഈ റേഞ്ച് റോവർ വാഹനം പുറത്തേക്ക് ഇറക്കുമ്പോൾ ഇത് നിയന്ത്രണം തെറ്റി പുറകിലേക്ക് അമിത വേഗതയിൽ പോവുകയും, തൊട്ട് പിറകിൽ കാണുന്ന ഒരു മാർബിളിൻ്റെ ഷോറൂമുണ്ട്, അവിടെ മാർബിൾ അടുക്കി വെച്ചിട്ടുണ്ട്. ആ മാർബിളിൽ ഇടിച്ചു നിൽക്കുകയും പിന്നീട് വീണ്ടും അവിടെ നിന്ന് വണ്ടി കുതിച്ച് പാഞ്ഞ് ഈ കിടക്കുന്ന സ്ഥലത്ത്, ഇവിടെ 2 പോസ്റ്റുകൾ ഉണ്ടായിരുന്നു, ആ പോസ്റ്റ് ഇടിച്ച് തകർത്ത് വാഹനം ഈ നിലയിൽ കിടക്കുകയുമായിരുന്നു. അങ്ങനെ ഈ വാഹനം പുറകോട്ട് വരുന്നതിനിടയിൽ ഷോറൂമിലെ ഒരു ജീവനക്കാരൻ ഈ വാഹനത്തിനടിയിൽപ്പെട്ട് ദാരുണമായി കൊല്ലപ്പെടുകയും ചെയ്തു. റോഷൻ ആൻ്റണി 36 വയസ്സ്, മട്ടാഞ്ചേരി സ്വദേശിയാണ്. ഇദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ കൂടി കയറിയിറങ്ങി പോവുകയും ചെയ്തു. കൂടെ ഉണ്ടായിരുന്ന, അതായത് അൻഷാദ് ഈ വാഹനം ഓടിക്കുന്നു, പുറകിലേക്ക് എടുക്കുന്നു. അടുത്തായിട്ട് അനീഷ് എന്ന CITU തൊഴിലാളി നിൽക്കുന്നു. ഈ CITU തൊഴിലാളിയെയും തട്ടിമറിച്ച് ഇട്ടുകൊണ്ടാണ് ഈ വാഹനം പുറകിലേക്ക് പോയത്. CIT തൊഴിലാളി അയാൾ സ്ഥിരമായിട്ട് ഈ വണ്ടികൾ ഹാൻഡിൽ ചെയ്യുന്ന ഒരാളാണോ എന്നുള്ളത് ആദ്യം നമ്മൾ അന്വേഷിക്കണം. ഈ കേസിൽ ഈ വണ്ടിക്ക് എയർ ബാഗ് പുറത്ത് വന്നിട്ടില്ല. ദാറ്റ് ഷോസ് അയാൾ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ല. പിന്നെ ഈ വണ്ടിക്ക് ഇനി എന്തെങ്കിലും ഒരു സിസ്റ്റം മാൽ ഫങ്ഷൻ ഉണ്ടോ,
അങ്ങനെ ഉണ്ടാവാൻ ഒരു സാധ്യതയും ഞാൻ കാണുന്നില്ല. ബിക്കോസ് റേഞ്ച് റോവറാണ്, ഇപ്പോഴും വർഷങ്ങളായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന റേഞ്ച് റോവേഴ്സൊക്കെ റോട്ടിലുണ്ട്. അതിനൊന്നും അങ്ങനത്തെ വലിയൊരു മേജർ ഫെയിലിയറായിട്ട് വന്നത് നമ്മൾ റെയർ ഓഫ് ദ റെയറസ്റ്റ് മാത്രമേ കേട്ടിട്ടുള്ളൂ. അതും ഇതൊരു ഫ്രഷ് പീസാണ്. ഇനിയിപ്പോൾ ബൈ ചാൻസ് എന്തെങ്കിലും ആ വണ്ടിക്ക് ഒരു മോൾ ഫങ്ഷൻ വന്നിട്ട് വണ്ടിയുടെ സ്റ്റിയറിങ്ങോ ബാക്കി കാര്യങ്ങളോ ജാം ആയതാണോ എന്നുള്ളത് അറിയില്ല. ഓക്കെ, അതിൻ്റെ ബാക്കി ടെസ്റ്റും കാര്യങ്ങളൊക്കെ നടത്തിയേ പറ്റൂ. ഇത് റേഞ്ച് റോവർ നടത്തിയ അതോ ഇനിയിപ്പോൾ ബാക്കി നമ്മളെ MVD സിസ്റ്റം നടത്തുമെന്ന് അറിയില്ല. അത് ചെയ്യണം. പക്ഷെ ഒരു പ്രഥമ ദൃഷ്ടിയാൽ ഈ ഒരു പെർട്ടിക്കുലർ ന്യൂസ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങളുണ്ട്. CITU പ്രവർത്തകർ സ്കിൽഡ് ലേബേഴ്സ് അല്ല ഈ വിഷയത്തിൽ. ഓക്കെ, അവർ ബാക്കി മറ്റേ ചാക്കേറ്റാനും ബാക്കി പരിപാടികൾക്കൊക്കെ അവർ ഭയങ്കര സ്കിൽഡാണ്. ഒരു കാറ്, അത് ഈ കാറ് എന്നല്ല, ഇതിപ്പോൾ കോടിക്കണക്കിനോ അല്ല അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല. ഒരു കാറ് ട്രെയിലറിൽ നിന്ന് ഇറക്കുക എന്ന് പറയുമ്പോൾ അത് മാനുഫാക്ചർ ചെയ്ത് അതിൻ്റെ ട്രെയിനിങ് കിട്ടി അങ്ങനെ കുറേ ആൾക്കാരുണ്ടാവും. അപ്പോൾ ഒരു വണ്ടി വരുന്ന സമയത്ത്, ഷോറൂമിലേക്കൊരു വണ്ടി വരുന്ന സമയത്ത് അത് ഇറക്കാൻ സ്കിൽഡ് ആയിട്ടുള്ള ആളുകൾ വേണ്ട ഇത് ചെയ്യാൻ. അല്ലാതെ ഈ വ്യക്തി, ഇതിപ്പോൾ ഞാൻ ഒരു കാര്യം പറയാം. ഇപ്പോൾ എൻ്റെതൊരു ഓട്ടോമാറ്റിക് വണ്ടിയാണ്. നിങ്ങൾ ഏതൊരു ഓട്ടോമാറ്റിക് വണ്ടിയിലും അങ്ങനെ തന്നെയാണെന്നാണ് എൻ്റെ ഒരു ധാരണ. P4 നമ്മൾ പാർക്കിൽ വെക്കുന്ന സാധനം, അത് കഴിഞ്ഞാൽ അടുത്തത് കിടക്കുന്നത് എന്താ പറയുക, P കഴിഞ്ഞാൽ വരുന്നത് റിവേഴ്സാണ്. എനിക്ക് തോന്നുന്നത് ഈ വ്യക്തി ഇതിനകത്ത് കയറിയിട്ട് ഇത് റിവേഴ്സിൽ ഇട്ടിട്ടുണ്ടാവും, ഇട്ടിട്ട് ആക്സിലേറ്ററിന് ചവിട്ടിയിട്ടുണ്ടാവും. ഓട്ടോമാറ്റിക് ഓടിച്ച് ശീലമില്ലാത്തവർക്ക് എന്താണെന്നുണ്ടെങ്കിലും ബ്രേക്കും ആക്സിലേറ്ററും ക്ലച്ച് ഇല്ലാത്തതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് ഷിഫ്റ്റാവും. പാനിക്കായിട്ട് വണ്ടി, അതും ഇത്രയും വലിയ CC ഉള്ളൊരു വണ്ടിയാണ്, വലിയ എഞ്ചിനാണ്, ഒറ്റ ചവിട്ടിന് ജും എന്ന് പറഞ്ഞ് പോരും ആ വണ്ടി. പിന്നെ ഈ വണ്ടിക്ക് ഫ്രണ്ടും ബാക്കും കൊളീഷൻ വരാതിരിക്കാനുള്ള അസിസ്റ്റൻസും കാര്യങ്ങളൊക്കെ അതിനകത്തുണ്ട്. എൻ്റെ ഒരു അറിവിൽ ഡെഫിനറ്റ്ലി ഇറ്റ്സ് ദെയർ. മനസ്സിലായോ? ഫ്രണ്ടും ഓട്ടോ ബ്രേക്ക് ഉണ്ടാവും, ബാക്കിലും ആ സാധനം കാണണം, ഓട്ടോ ബ്രേക്ക് കാണണം. അത്രയും അവരുടെ മെയിൻ, ഈ റേഞ്ച് റോവർ ഓട്ടോബയോഗ്രഫീൻ്റെ നിങ്ങൾ നെറ്റിൽ അടിച്ചു നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് കാണാം, അവരുടെ കീ ഫീച്ചർ എന്ന് പറയുന്നത് തന്നെ എമർജൻസി ബ്രേക്കിംഗ് ആയിട്ടാണ് അവർ കൊടുത്തിട്ടുള്ളത്. അപ്പം അങ്ങനത്തെ ഒരു സിസ്റ്റം ഉള്ള സമയത്ത് ഇത് ഒന്നും കൂടി നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ എന്ത് ചെയ്യും, അത് പോരും വണ്ടി. ഇതിലെന്താണ് സംഭവം ഉണ്ടായെന്നുള്ളത് അന്വേഷിച്ചേ പറ്റൂ. കാരണം ഒരു ജീവൻ അവിടെ പോയിട്ടുണ്ട്. വണ്ടിയുടെ വിലയോ അല്ലെങ്കിൽ 4 കോടിയോ ഇതൊന്നും അല്ല അവിടെ കൗണ്ട് ചെയ്യുന്നത്, ആ ഒരു ജീവനാണ്. ഒന്നാമത് ഇത് ഷോറൂമിലേക്ക് കൊണ്ടുവരുന്ന വണ്ടി, അപ്പോൾ അതിന് ഇൻഷുറൻസ് നഹി എന്നാണ് എൻ്റെ ഒരു അറിവ്. ആരാണ് ആ ജീവന് പൈസ കൊടുക്കുക? അതൊക്കെ ഒരു വണ്ടി ഇടിച്ചിട്ടുണ്ടെങ്കിൽ ആ വണ്ടി ഇടിച്ച വ്യക്തിക്ക് ഇൻഷുറൻസ് പേയ്മെൻറ്റ് വരണം. ഈ മുത്തൂറ്റുകാർ ഇത് ചെയ്യുമോ? അത് ഞാൻ പറഞ്ഞപ്പോൾ CITUകാർ ചെയ്യണത്. സംഗതി അശ്രദ്ധയാണ്, അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഈ പറഞ്ഞ പോലെ മനഃപൂർവ്വം അല്ലാത്ത നരഹത്യ എന്നൊക്കെ പറഞ്ഞാലും ചെയ്യേണ്ടത് അവരാണ്, അവർ ചെയ്തേ പറ്റൂ. പിന്നെ എനിക്ക് എടുത്തു പറയാനുള്ള 1-2 കാര്യങ്ങൾ ഇതിനകത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു പെർട്ടിക്കുലർ വിഷയം, ഈ വിഷയം നമ്മളിത് അഡ്രസ്സ് ചെയ്ത് നമ്മളെ സ്റ്റേറ്റ് പറ്റൂ. കാരണം പണ്ടത്തെ പോലെയല്ല, എക്യുപ്മെൻറ്റ്സ് മാറുന്നുണ്ട്. ഇപ്പോൾ ഒരു വീട് ഷിഫ്റ്റ് ചെയ്യണം, പല പുതിയ എക്യുപ്മെൻറ്റ്സ് ആയിരിക്കും ഷിഫ്റ്റ് ചെയ്യുന്നത്. അതെങ്ങനെ ഹാൻഡിൽ ചെയ്യാന്നുള്ളത് ഈ തൊഴിലാളികൾക്ക് അറിയില്ല. ഓക്കെ, പല സാധനങ്ങളും ഷിഫ്റ്റിങ്ങിൻ്റെ സമയത്ത് തവിട് കൂടി ആവാറുണ്ട്. ഇപ്പോൾ ഒരു ഓഫീസ് ഷിഫ്റ്റിങ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗോഡൗണിലേക്ക് അവരുടെ പ്രൊഡക്റ്റ് കൊണ്ടുവരും, ഇങ്ങനത്തെയൊക്കെ സമയങ്ങളിൽ ഇത് ഹാൻഡിൽ ചെയ്യാൻ അത്ര സ്കിൽഡ് അല്ല ഇവർക്ക് ട്രെയിനിങ്ങോ കാര്യങ്ങളോ സ്കിൽഡായിട്ടുള്ള സംഗതികളോ കിട്ടുന്നില്ല. ഇവരാ ഒരു എന്താവുന്നു, ഈ CITU ബാഡ്ജ് വാങ്ങുന്നു ആൻഡ് നേരെ ഇവർ ഇറങ്ങുന്നു. ഇവർക്ക് പച്ചക്കറി ആണെങ്കിലും അരി ആണെങ്കിലും ബാക്കി സാധനങ്ങളാണ്, ദേ ആർ ഓക്കെ. അല്ലാത്ത പക്ഷം ഇങ്ങനത്തെയൊക്കെ കാര്യങ്ങളിലേക്ക് എല്ലാം അവർക്ക് എന്ത് കിട്ടിയാലും അവരിറക്കും, ഏത് രീതിയിലും അവരാണ് മെയിൻ. ഇറങ്ങുന്നതും കയറ്റുന്നതും അവരാണ് എന്നുള്ള രീതിയിൽ പറയുമ്പോൾ ഇതിനൊക്കെ അവർക്ക് സ്കില്ലുണ്ടോ എന്നുള്ളതും കൂടി നോക്കണ്ടേ? അതൊന്നും നോക്കാതെ ഇതിപ്പോൾ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി, പക്ഷെ ഇതാരും എന്ത് ചെയ്യില്ല അറിയാം, ഒരാളും ഇതിൽ സംസാരിക്കില്ല, ഒരാളും ഇത് ടേക്കപ്പ് ചെയ്യില്ല. പോയത് ആ ചെക്കൻ്റെ വീട്ടുകാർക്ക് പോയി. പക്ഷെ ഇത് സംസാരിക്കേണ്ട വിഷയം തന്നെയല്ലേ? എനിക്ക് തോന്നിയത് ഭയങ്കര റെലവൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. പിന്നെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ വണ്ടിയുടെ സിസ്റ്റമിൻ്റെ ഫെയിലിയർ ഉണ്ടോ, അതോ ഈ ഇറക്കിയ വ്യക്തി സ്കിൽഡ് അല്ലാത്തത് കൊണ്ട് പറ്റിപ്പോയതാണോ എന്നുള്ളതിന് എനിക്ക് എവിടെ ഡൗട്ട് വന്നറിയോ. ഈ വണ്ടിയുടെ ഒരു സിസ്റ്റം ഫെയിലിയർ അല്ലാതിരിക്കാനൊരു ചാൻസ് ഈ റിവേഴ്സ് ഗിയറിലിട്ട് ഈ സാധനം വന്നു.
ഗ്രാനൈറ്റിൻ്റെ സാധനത്തിൻ്റെ മുകളിൽ ഇടിച്ചതിന് ശേഷം വീണ്ടും ഇത് ഫ്രണ്ടിലേക്ക് പോയി. അപ്പോൾ എനിക്ക് തോന്നുന്നു വീണ്ടും ഒന്നുകൂടി ഇത് പിടിച്ച് ഞെക്കിയിട്ടുണ്ടാവും ഗിയർ ലിവർ പിടിച്ചാൽ ഞെക്കിയ സമയത്ത് ഇടിച്ച്. അല്ലാതെ ഇപ്പോൾ ബൗൺസ് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റേ പഞ്ഞീൻ്റെ ബോളൊന്നും ഇല്ലല്ലോ, ഇത് അത്രയും വെയിറ്റുള്ളൊരു സാധനമാണ്. ഗ്രാനൈറ്റിൻ്റെ മുകളിലാണ് പോയി ഇടിച്ചവിടുന്ന് പിന്നെ ഇത് എന്തെങ്കിലും ഉണ്ടാവും. ആക്സിലേറ്റർ കൊടുത്തപ്പോൾ ടപ്പേന്ന് പറഞ്ഞ് മുന്നിലേക്ക് പോയിട്ട് മുന്നിലുള്ള പോസ്റ്റിൽ ഓടിച്ചിട്ടുണ്ടാവും. എന്താണെങ്കിലും കൃത്യമായ അന്വേഷണം, ഒരു ജീവൻ പോയതാണ്, അന്വേഷിച്ച് എവിടെയാണ് ഫെയിലിയർ. ഇപ്പോൾ പുതിയ വണ്ടി ആയതുകൊണ്ട് ഞാൻ അതും പറയാം. നേരത്തെ ഞാൻ പറഞ്ഞത് ഈ പറഞ്ഞ ബ്രാൻഡിന് പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു ഫെയിലിയർ വരാൻ ചാൻസ് ഇല്ല, എനിക്കത് ആ ബ്രാൻഡിൻ്റെതാണ്. പക്ഷെ സംടൈംസ് പ്ലാന്റിൽ നിന്ന് വരുന്ന വണ്ടികൾക്ക് ഓക്കെ റെയർ ഓഫ് ദ റെയറസ് എന്ന് പറഞ്ഞ പോലെ ചിലപ്പോൾ ഇതേപോലെ എന്തെങ്കിലും ഒരു മോൾ ഫങ്ഷൻ വരാനും ചാൻസുകളുണ്ട്, ഒഴിവാക്കാനും പറ്റില്ല നമുക്കത്. അപ്പം അങ്ങനത്തെ ചാൻസിൽ ഈ വണ്ടിക്ക് ഇനി എന്തെങ്കിലും സംഭവിച്ചതാണോ? ആൻഡ് CCTV ഡെഫിനറ്റ്ലി കാണും. കാരണം ഈ പറഞ്ഞ ഇതിൻ്റെ മുന്നിലാണ്, അവിടുത്തെ മാർബിൾ കടേൻ്റെ മുന്നിലാണ്, അത് ഗ്രാനൈറ്റ് കടേൻ്റെ മുന്നിലാണ്. അവർക്ക് എന്തായാലും CCTV കാണുമല്ലോ. CCTV നോക്കി അത് വന്നൊരു വരവും അതിൻ്റെ ഇമ്പാക്റ്റും വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്താണ് അവിടെ, എന്ത് പാനിക് സിറ്റുവേഷനാണ് ഉണ്ടായത് എന്നുള്ളതൊക്കെ മനസ്സിലാവാൻ കുറച്ചൊരു ഈസി ആയിരിക്കും. പോലീസുകാരത് അന്വേഷിച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാവും തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ആരും ഡിസ്കസ് ചെയ്യാതെ, ആരും പറയാതെ, ആരും ചെയ്യാതെ ആ ഒരു ജീവനാണ് പോയി എന്നുള്ളതാണ്. അതും ഇങ്ങനത്തെ ഒരു വിഷയം. കാരണം ഒരു CITU ഇപ്പോൾ തൊഴിലാളി ചെയ്യേണ്ട പണിയാണോ ഇതേപോലെ വരുന്ന വണ്ടി ഇറക്കണ്ടേന്നുള്ളത് നമ്മളെ സിസ്റ്റം ഒന്നുകൂടി അതെന്ത് ചെയ്യണം, ചിന്തിച്ച് ഇതിലൊക്കെ കുറേ മാറ്റങ്ങൾ വരുന്നുണ്ട്. ഇതൊക്കെ എല്ലാ കാലത്തും ഇതേപോലെ എന്ത് വന്നാലും ഞങ്ങൾ ഇറക്കും, എന്ത് വന്നാലും ഞങ്ങൾ കയറ്റുന്നുള്ളത് മാറണം. സ്കിൽഡായിട്ടുള്ള പണികൾ സ്കിൽഡായിട്ടുള്ളവർ തന്നെ ചെയ്യണം, മനസ്സിലായോ? അതിലൊക്കെ കോടതിയാണെങ്കിലും ഗവൺമെൻറ് ആണെങ്കിലും ഇടപെട്ട് മാറ്റങ്ങൾ കൊണ്ടുവന്നേ, അല്ലെങ്കിൽ പിന്നെ നോക്കൂലി വരെ നിന്ന് നോക്കൂലി മേടിച്ചിട്ട് പോകണം. അതിന് സ്കിൽഡായിട്ടുള്ള വർക്കേഴ്സ്, ലേബേഴ്സ് എന്ത് ചെയ്യും, ഈ വണ്ടീൻ്റെ യാർഡിലൊക്കെ ഉണ്ടാവും ട്രെയിൻഡ് ആയിട്ടുള്ള ആളുകൾ, അവർ ചെയ്യട്ടെ. അവർ നോക്കൂലി പിടിച്ച് പോയാൽ പോരെ, നോക്കൂലി വാങ്ങാത്ത ആൾക്കാരൊന്നും ഇല്ലല്ലോ. എന്നാണെങ്കിൽ കൂടുതൽ എവിടെയും ഡിസ്കസ് ചെയ്ത് കണ്ടില്ല. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറ.